എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ വചനവും സാക്ഷ്യ നിമിത്തം നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മെ വിട്ട് കഴിഞ്ഞു പോയ ദിവസങ്ങളെല്ലാം കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ സംരക്ഷണത, കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ മേൽ വലുതായിരുന്നു. ഇന്നും ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായി ഒരുമിച്ച് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നാം ഇതുവരെ വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു, ഇത്രത്തോളം കർത്താവ് നമ്മെ നടത്തി. പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾ നിമിത്തം കർത്താവിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം, ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് അരുളപ്പാടുകൾ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിനകത്ത് അല്പസമയം നിങ്ങൾ ഇത് കേൾക്കാനായിട്ട് നിങ്ങളുടെ തിരക്കെല്ലാം മാറ്റിവെച്ച്, ബന്ധപ്പാടെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ദൈവസന്നിധി ഇരിപ്പാൻ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾ വല്ലാത്ത ഭയത്തിലും ഭീതിയിലും ആയിരിക്കുകയാണ്. ഒത്തിരി ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവജനം വളരെ ആശങ്കയിലാണ് ഈ ദിവസങ്ങളിൽ. എന്നാൽ ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്ന, പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന, ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവമക്കൾക്കറിയാം, ദൈവം അനുവദിക്കാതെ, കർത്താവ് അനുവദിക്കാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്ന് ദൈവമക്കൾക്ക് നന്നായിട്ട് അറിയാം. ദൈവമക്കളെ, ഞാനും നിങ്ങളോട് ഈ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ ആലോചന അറിയിക്കുകയാണ്. കർത്താവ് അറിയാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിലെ തലമുടി എത്ര ഉണ്ട് എന്ന് ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലോകത്തിൻ്റെ അന്ധകാര മണ്ഡലങ്ങൾക്ക് ചലിക്കണമെങ്കിൽ കർത്താവിനോട് അനുവാദം ചോദിച്ചിട്ടേ ആമേൻ അതിനു പോലും ചലിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഭൂമിയിൽ എന്ത് നടക്കണം, ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ, നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ തിന്മയായി വരുന്നതിൻ്റെ അപ്പുറത്ത് ഒരു നന്മ ഒളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് കർത്താവ് അറിയുന്നു. അതൊന്നും തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലൊക്കെ ചില സമയങ്ങളിൽ ചില ശോധനകൾ, താഴ്വരകൾ പോലെ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന പോലെ, തീച്ചൂളയുടെ അനുഭവങ്ങളിൽ എന്ന പോലെയുള്ള കഷ്ടതകൾ വരുമ്പോൾ ദൈവം മറന്നുവോ, അല്ലെങ്കിൽ ഇവിടം കൊണ്ട് അവസാനിച്ചു എന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപക്ഷെ ശത്രു നമ്മുടെ കാതിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓരോ പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും, ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഓർക്കുക, ദൈവം ആ വിഷയത്തിനകത്തൂടെ കടത്തിവിടുന്നതിൻ്റെ പുറകിൽ കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഭയങ്കര പ്ലാനുണ്ട്. ഈ ദൈവത്തിന് എല്ലാവരെയും അങ്ങനെ കടത്തിവിടുകയല്ല. കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് നിൽക്കുന്ന ദൈവജനത്തെ, ദൈവദാസന്മാരെ, ദൈവമക്കളെ മാത്രമേ അങ്ങനെ വിടുകയുള്ളൂ. കാരണം സഹിക്കാൻ കഴിയുന്ന കഷ്ടത മാത്രമേ ദൈവം അനുവദിക്കത്തുള്ളൂ. ആ വചനം പറയുന്നു, കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, ആ കഷ്ടത എന്ന നദിയിലൂടെ നീന്തി കടന്നു പോകുമ്പോൾ ദൈവം അതിനപ്പുറത്തൊരു നീക്കുപോക്കും കൂടെ വച്ചിട്ടുണ്ട്. ഞാൻ പ്രാരംഭമായി ദൈവമക്കളോട് പറയുന്നു, ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, വേദനകളോടുകൂടെ, കണ്ണുനീരോടുകൂടെയാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, അതിൻ്റെ അപ്പുറത്ത് ദൈവം ഒരു നീക്കുപോക്ക് വച്ചിട്ടുണ്ട്. ആമേൻ. ഇതൊരു അവസാനമല്ല. ആമേൻ. ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേദനകൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, കഷ്ടതകൾ അതൊരു അവസാനമല്ല. അതിൻ്റെ അപ്പുറത്തൊരു നീക്കുപോക്ക് ദൈവം വച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സഹിഷ്ണുതയോടുകൂടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഭയങ്കരമായിട്ടും ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കകത്ത് പലരെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച കർത്താവിൻ്റെ ആത്മാവ് എന്നെ കാണിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, കഴിഞ്ഞ ആഴ്ചകളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ചിന്തിപ്പിച്ചത് ആത്മാവിൽ നടക്കുക എന്നുള്ളതാണ്. ആത്മാവിൽ നടക്കുന്ന ഒരു ദൈവ പൈതൽ അവന് സ്വർഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവിക പദ്ധതികളെക്കുറിച്ച്, സ്വർഗീയ കൃപാവരങ്ങളെക്കുറിച്ച്, സ്വർഗീയ മനുഷ്യനെക്കുറിച്ചൊക്കെയാണ് അവൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ ചിന്തയും ആ ഒരു ആഗ്രഹവും. എന്നാൽ ലൗകികനായി, ലോകപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യന് എപ്പോഴും ഇവിടെയാണ് ചിന്ത. എന്ത് തിന്നും, എന്ത് ഉടുക്കും, എങ്ങനെ ആകും, എന്തായിത്തീരും എന്നുള്ള ചിന്ത മുഴുവൻ വരുന്നത് ലോകപ്രകാരം ഒരു നാച്ചുറൽ മാനായി, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ ഒരു മനുഷ്യനായി. ബൈബിൾ പറയുന്നതിൽ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ മാൻ, ഈ ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യൻ, ഭൂമിയിൽ ജീവിച്ച് ഭൂമിയിൽ അവസാനിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് മുഴുവനും ഈ ഭൂമിയെക്കുറിച്ച് മാത്രമാണ്.
അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം നാളെക്കുറിച്ച് ഒത്തിരി ടെൻഷനാണ്. എന്താകും, എവിടെ ചെന്ന് അവസാനിക്കും, എൻ്റെ ഭാവി എന്താകും, എങ്ങനെ എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെ എൻ്റെ സാമ്പത്തിക വിഷയങ്ങളെ പരിഹരിക്കും. അവന് എപ്പോഴും ഈ വറീഡാണ്, എപ്പോഴും ചിന്തകളാണ്, എപ്പോഴും കൺഫ്യൂഷനാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, അഭിഷേകത്തിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ആത്മനിറവിൽ നിൽക്കുന്ന ഒരു ദൈവദാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അല്ലെങ്കിൽ ആ ഒരു ദൈവ പൈതലിനറിയാം, ഈ പ്രതികൂലങ്ങൾക്കകത്ത് ദൈവത്തിന് എന്തോ എന്നോട് സംസാരിക്കാനുണ്ട്, ഈ പ്രതിസന്ധികൾക്കകത്ത് ദൈവത്തിന് എന്നെ എന്തോ ഒരുക്കിയെടുക്കാനുണ്ട്, ഒന്നുകൂടെ എന്നെ ശുദ്ധീകരിക്കാനുണ്ട്, ഒന്നുകൂടെ എന്നെ ദൈവത്തോട് അടുപ്പിക്കാനുണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയിട്ട് അത് നന്മയ്ക്കായി എന്ന് പറഞ്ഞ് അതെല്ലാം സഹിക്കാനിടയായി തീരും. സോ ഞാൻ നിങ്ങളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പറയുന്നു, ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങളെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയാത്ത നിലകളിൽ, നിങ്ങളെ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റാത്ത നിലകളിൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് പൗലോസ് പറയുന്ന പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ധൈര്യം തരും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബലം തരും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തരും, പരിശുദ്ധാത്മാവ് ഈ വഴിക്ക് നടക്ക എന്ന് പുറകിൽ നിന്ന് ആ ശബ്ദം നമ്മളെ കേൾപ്പിക്കാനിടയായി തീരും. അതുകൊണ്ട് എപ്പോഴും ആത്മാവിൽ ഫില്ലായി നടക്കാൻ ശ്രമിക്കുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നടക്കാൻ ശ്രമിക്കുക. ഇഹലോക ചിന്തകൾക്കകത്ത് ചിന്തിച്ച് ടെൻഷനായി നമ്മുടെ ജീവിതം നശിച്ചു പോകാനല്ല ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. സ്വർഗീയന്റെ പ്രതിമ ധരിച്ച് സ്വർഗീയ ശക്തി നമ്മുടെ മേൽ ആവഹസിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നടക്കാനാണ് ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു ദൈവിക പദ്ധതിയിലേക്ക് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊരു എൻഡ് ടൈമാണ്. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ തന്നെ നടക്കുക, ആത്മാവിൽ തന്നെ ചിന്തിക്കുക, ആത്മാവിൽ തന്നെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ തന്നെ ഓരോ സ്റ്റെപ്പുകളും എടുക്കുക, ആത്മാവിൻ്റെ ആ ഒരു നിറവിൽ തന്നെ ജീവിച്ച് ക്രിസ്ത്യ ജീവിതം ഒരു ആനന്ദമാക്കി മാറ്റാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് ദൈവസാന്നിധ്യത്തിനകത്ത് കയറിയപ്പോൾ കർത്താവ് എന്നെ ചിന്തിപ്പിച്ച 1-2 ദൈവിക ആലോചനകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്ത് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ സകലവും നന്നായി ചെയ്തു. ഹല്ലേലൂയ. യേശു കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ടോ സകലതും നന്നായിട്ടേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ കർത്താവ് ആ വിഷയത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കണം. നിങ്ങളുടെയും എൻ്റെ വിഷയത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കർത്താവ് ആ വിഷയത്തെ ഏറ്റവും മനോഹരമാക്കി മാറ്റും. ഇവിടെ നമ്മൾ 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ചില ഡിഫറൻ്റ് ആയിട്ടുള്ള ചില ഡെലിവറൻസുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതിൻ്റെ മുകളിലോട്ടൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. 33-ാമത്തെ വാക്യത്തിൽ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. ഇവിടെ ഒരു 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 വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു രോഗിയാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വിക്കനായ ഒരു ചെകിടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി അവനെ സൗഖ്യമാക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ്, ഞാൻ മുഖവരയിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ ദൈവം ഇപ്പോഴും എല്ലാം പെർഫെക്റ്റായിട്ടേ ചെയ്യത്തുള്ളൂ. ഈ കർത്താവ് ഓരോ ശുശ്രൂഷയും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യത്തിനകത്താണേലും കർത്താവ് ഒരിടത്ത് ചെയ്ത പോലല്ല വേറൊരിടത്ത് ചെയ്തത്, വേറൊരിടത്ത് ചെയ്ത പോലല്ല മറ്റൊരിടത്ത് ചെയ്തത്. എല്ലായിടത്തും കർത്താവ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് രോഗിയെ സൗഖ്യമാക്കുന്ന പോലല്ല കർത്താവ് വേറൊരിടത്ത് രോഗിയെ സൗഖ്യമാക്കുന്നത്. ഒരിടത്ത് പറഞ്ഞ വാക്കല്ല കർത്താവ് വേറൊരിടത്ത് പറയുന്നത്. ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ വാക്കുകളാണ് യേശു കർത്താവ് തൻ്റെ ഡെലിവറൻസിന് ഉപയോഗിക്കാറുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആത്മാവിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, ആത്മാവിൽ നമ്മൾ ചലിക്കുമ്പോൾ ദൈവശബ്ദത്തിന് മാത്രമേ നമ്മൾ മുൻതൂക്കം കൊടുക്കത്തുള്ളൂ. അവിടെ അതിന് എപ്പോഴും ഒരു പുതുമയുണ്ടായിരിക്കും. ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും പുതുക്കത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ നേർനിലത്തിൽ പുതുക്കത്തിൽ നടത്തുന്നതാണ്. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പുതുവീഞ്ഞ് എന്നാണ്. ഈ വീഞ്ഞ് എത്രത്തോളം കാലം ഇരിക്കുന്നോ അത്രത്തോളം ഇതിന് ഭയങ്കര വീര്യം കൂടും.
അതുപോലെയാണ് നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതൊരിക്കലും പഴകുകയല്ല, അതൊരിക്കലും ഒരു 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 പഴയ ഒരു വസ്തുവായി മാറുകയല്ല. ഡേ ബൈ ഡേ, ഓരോ ദിവസവും അതിങ്ങനെ പുതുക്കം പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നും പലരും പഴയ അവസ്ഥകളിൽ തുടരുന്ന കാണും. പഴയ പ്രാർത്ഥന, പഴയ ആ ഒരു ആരാധന, പഴയ ആ ഒരു രീതി ഇന്നും അവിടെ ആത്മീക ജീവിതത്തിനൊരു പുതുക്കം കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വളരെ ആഗ്രഹിക്കാം, ദൈവമേ എനിക്ക് ഈ ദിവസങ്ങൾ ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കാൻ കൃപ തരുമാറാകണമേ, ആത്മമനുഷ്യനായി നടക്കാൻ കൃപ തരുമാറാകണമേ. അങ്ങെന്ത് കൽപ്പിച്ചാലും അതങ്ങനെ തന്നെ ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തരണമേ. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചെയ്യുന്ന എല്ലാറ്റിലും ഒരു പുതുമ വെളിപ്പെടാനിടയായിത്തീരും. അതല്ലേ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ പുതിയതും പല്ലേറിയതുമായ മിതിവണ്ടിയാക്കി തീർക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ഒരിക്കലും നമ്മളെ പഴയ അവസ്ഥയിൽ തുടരാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഇന്നത്തേതിൽ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയും. ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആമേൻ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇന്ന് എന്നൊരു ദിവസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരുടെയും ജീവിതത്തിൻ്റെ പരാജയം അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ച പരാജയങ്ങളിൽ ജീവിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ നഷ്ടങ്ങളിൽ അവർ ജീവിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വന്ന തകർച്ചകളിൽ അവർ ജീവിക്കുകയാണ്. അതിൽ നിന്ന് കയറി ഒരു പുതുക്കത്തിലേക്ക് കയറി വരാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രവചനാത്മാവിനാൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. പണ്ടുള്ളവയെ ഓർക്കണ്ട, മുൻപുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അടുത്ത വാക്യം അത് ഇപ്പോൾ ഉത്ഭവിക്കുമെന്നാണ്. അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത നാളുകളിൽ ആമേൻ എന്നല്ല അവിടെ പറയുന്നത്. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ആ ദൈവ ശബ്ദത്തിന് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുമ്പോൾ, ഇപ്പോൾ ഈ നിമിഷം അത് ഉത്ഭവിക്കുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉത്ഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ഫ്രഷ്നെസ് ആണ്, പുതിയതാണ്. അതിന് ഭയങ്കര മാറ്റമുണ്ടാകും. ഞാൻ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിനകത്ത് ആ പഴയ ചില അനുഭവങ്ങൾ മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് അബദ്ധത്തിൽ പറ്റിപ്പോയതായിരിക്കാം, ചിലത് ശത്രു തകർത്തു വെച്ചതായിരിക്കാം. ആമേൻ, നിങ്ങളുടെ കുടുംബ ജീവിതമോ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളോ, നിങ്ങളുടെ ബിസിനസ്സോ, നിങ്ങളുടെ മിനിസ്ട്രിയോ ഏതോ ആകട്ടെ, എവിടെയോ തകർക്കപ്പെട്ട അവസ്ഥയിൽ, ഉടഞ്ഞ അവസ്ഥയിൽ ആ പഴയ അനുഭവങ്ങളിൽ കിടക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിക്കുന്നു അവിടെ എഴുന്നേറ്റ് വരുവാൻ, ആ സ്ഥാനത്ത് എഴുന്നേറ്റ് വരുവാൻ. ആമേൻ, ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ആമേൻ, മനുഷ്യൻ പഴയതൊക്കെ ഓർത്തുകൊണ്ടിരിക്കും, പക്ഷെ ദൈവം പണ്ടുള്ളവയെ ഓർക്കത്തില്ല. മനുഷ്യൻ പഴയതിനെ അനുഭവങ്ങളെ വെച്ച് നിങ്ങളെ വിധിക്കും, പക്ഷെ ദൈവം പുതിയ അനുഭവങ്ങളിലാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യന്റെ മടങ്ങി വരവ് കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ആമേൻ, ഒരു മനുഷ്യന്റെ അനുതാപം കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ രൂപാന്തരപ്പെട്ടു വരുന്നത് കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ തന്റെ വീഴ്ചയ്ക്കകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടല്ലേ ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അതിമഹത്വത്തോടെ ആ മകനെ സ്വീകരിച്ചത്. ആമേൻ, ആര് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാപത്തിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുവോ, നിങ്ങളുടെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുവോ, നിങ്ങളുടെ വീഴ്ചയിൽ നിന്ന്, താഴ്ചയിൽ നിന്ന് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നുവോ, അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നൊരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. ഒരു പുതിയ വസ്ത്രം ഇടുന്നൊരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ, ഒരു മുദ്രാമോതിരം നിന്റെ കൈയുടെ മേൽ ഇടുന്ന ഒരു അപ്പൻ നമ്മുടെ മധ്യ ഉണ്ട്. ഒരു പുതിയ ചെരുപ്പ് നിന്റെ കാലിൽ അണിയിപ്പിക്കുന്ന ഒരു അപ്പൻ ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ആ കർത്താവിനെ ഒന്ന് ആമേൻ പ്രണയിക്കുവാൻ, ആ കർത്താവിന്റെ മാർബിൽ ചാരുവാൻ, ആ കർത്താവിലേക്ക് അടുത്തു വരുവാൻ ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എന്തെങ്കിലും ചെയ്താൽ അത് നന്നായി ചെയ്യും. ആമേൻ, ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ കർത്താവ് ആമേൻ എല്ലാം നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം ബുദ്ധിയിൽ ഊന്നാതെ, ആമേൻ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ദൈവത്തിന് നിന്റെ വഴികളെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് ആമേൻ നിന്റെ ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കുക. യേശു കർത്താവിന് ആമേൻ നിന്റെ ലൈഫിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വിട്ടുകൊടുക്കുക. കർത്താവ് അത് ആമേൻ ആ പടകിന്റെ അമരക്കാരനായിട്ട് ഇരിക്കട്ടെ. കർത്താവ് നിന്റെ ആമേൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു നായകനായി കൂടെ ഇരിക്കട്ടെ. അങ്ങനെ കർത്താവാണ് നായകനാണെങ്കിൽ, കർത്താവാണ് അമരത്താണെങ്കിൽ, ആമേൻ ഈ ബോട്ട് മുങ്ങാൻ സ്വർഗം അനുവദിക്കത്തില്ല. ആമേൻ, നീ തകർന്നു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. കാറ്റടിക്കുന്നുണ്ട്, തിരമാലകൾ പൊങ്ങുന്നുണ്ട്, പ്രതികൂലങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അമരത്ത് കർത്താവാണെങ്കിൽ വിശ്വസിക്ക്, ഈ പടക് ആമേൻ അക്കരയെത്തും.
ആഗ്രഹിച്ച തുറമുഖത്ത് ഈ പടകെത്തിച്ചേരും. ആമേൻ. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയായി തീരും. വിഷയം ഇതാണ്, കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിനെല്ലാം നന്നായി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളൊക്കെ യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ മീഡിയയിലും നമ്മുടെ രാഷ്ട്രങ്ങളിലൊക്കെ പലരും സംസാരിക്കുകയാണ്. ഇങ്ങനെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയുമോ? പല യുക്തിവാദികളും പലരും ആമേൻ ദൈവത്തിൻ്റെ പ്രവർത്തികളെ തർക്കിക്കുമ്പോൾ, കർത്താവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് വാദിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. കർത്താവ് ചോദിച്ചിട്ടില്ലേ, ആമേൻ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന്? ആമേൻ. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അങ്ങനെ കർത്താവ് എല്ലാവർക്കും വേണ്ടി ആമേൻ അങ്ങ് പ്രവർത്തിച്ചിട്ടില്ല. ആവശ്യക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ദൈവം എപ്പോഴും ആമേൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ന് പകലും ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വചനം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തെ ഈ ലോകരാഷ്ട്രങ്ങളിൽ എന്നെ കാണുന്നവരോട് ഞാൻ പറയാം, നിങ്ങളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. കർത്താവ് എപ്പോഴും ആവശ്യക്കാരൻ്റെ അടുക്കലാണ് ഇറങ്ങി വരാറുള്ളത്. യഹൂദന്മാരിൽ എല്ലാവരും വിശ്വസിച്ചില്ല, പക്ഷേ വിശ്വസിച്ച യഹൂദന്മാരുടെ ജീവിതത്തിൽ അവർ അത്ഭുതങ്ങൾ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, അവരിൽ ചിലർ, ആ യഹൂദന്മാരിൽ ചിലർ വിശ്വസിച്ചു. ആ വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടു. അങ്ങനെയല്ലേ ആമേൻ. കർത്താവ് ശിഷ്യന്മാരോടും ആ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അവരോട് പറഞ്ഞത്, വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചടക്കും, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും. അപ്പോൾ അങ്ങനെ ഒരു വിടുതലുണ്ടോ? യേശുക്രിസ്തുവിലൂടെ നടക്കുമോ? യേശുക്രിസ്തുവിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നൊക്കെ ഒരുപാട് തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയാം, ഇന്നും കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് നടുവിൽ അവൻ അന്ന് ചെയ്തതുപോലെ തന്നെ അല്ല, ഒന്നുകൾ കയറി പറഞ്ഞാൽ അതിലും ഇരട്ടിയായി ഇന്നും കർത്താവ് ചെയ്യുന്നുണ്ട്. ഇന്നും ദൈവത്തിൻ്റെ മഹത്വം അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. എന്നെ കാണുന്ന സ്നേഹിത, പ്രിയ സഹോദരി, ആമേൻ, പ്രിയ കുഞ്ഞെ, നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിന് നിന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക, സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ബൈബിളിൽ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ ആമേൻ ആ രക്തസ്രാവം പിടിച്ച സ്ത്രീയെ സൗഖ്യമായ ശേഷം അവൾ പിന്നെ മറഞ്ഞിരുന്നില്ല. അവൾ രംഗത്ത് വരികയാണ്, യേശുവിനെ അവൾ ഉയർത്തുകയാണ്. ആമേൻ. 38 ആണ്ട് ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ച് വിടുമ്പോൾ ആ മനുഷ്യനും ദൈവത്തിന് അടുക്കൽ നിൽക്കുകയാണ്. ആമേൻ. മരിച്ച ലാസർ യേശു കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹം യേശുവിൻ്റെ പന്തിയിൽ വന്നിരിക്കുകയാണ്. ആ ഭൂതം പിടിച്ച മറിയ ആമേൻ സൗഖ്യമായ ശേഷം യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആമേൻ ആ ക്രൂശിൽ വരെ, ആ ക്രൂശിൻ്റെ ചുവട് വരെ ആ സ്ത്രീ യേശുവിനോടൊപ്പം ഉണ്ട്. അപ്പോൾ ബൈബിളിൽ കർത്താവ് ആരൊക്കെ തൊട്ടിട്ടുണ്ടോ അവരെല്ലാം യേശുവിൻ്റെ അനുയായികളായി, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ പന്തിയിൽ ഒക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവ് വിശ്വാസത്തിൻ്റെ നായകനും, അടുത്ത വാക്യം ഇങ്ങനെയാണ്, പൂർത്തീകരിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പെൻഡിങ് ഇടുകയില്ല. ആമേൻ. അത് താമസം വയ്ക്കുകയില്ല, അതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് ദൈവം കംപ്ലീറ്റ് ചെയ്യും. അതൊരിക്കലും ആമേൻ ദൈവം അത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് എനിക്ക് വയ്യ, എനിക്ക് കഴിയില്ല എന്ന് കർത്താവ് പറയത്തില്ല. ആമേൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ ഒരിടത്തും ഒരു സോറി എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് ആമേൻ ഒരു സോറി എന്ന് പറഞ്ഞ് ദൈവം അടുത്ത് ഒരു സബ്ജക്റ്റിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, കർത്താവ് പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഊവ് എന്ന് തന്നെയാണ്. ആമേൻ, ആമേൻ എന്ന് തന്നെയാണ്. ആമേൻ. കർത്താവിന് ഒരിക്കലും അബദ്ധം പറ്റാറില്ല. എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി. നമ്മളൊക്കെ ആണെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് സോറി പറയും, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാന്ന് പറയും. പക്ഷേ കർത്താവിന് മിസ്റ്റേക്ക് പറ്റത്തില്ല, കർത്താവിന് അബദ്ധം പറ്റത്തില്ല. കർത്താവ് താങ്കളുടെ മേലൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താങ്കളെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഊവ് എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെയോ ജീവിതത്തിനകത്ത് ആമേൻ ജീവിതത്തിൽ
ആമേൻ അത്ര നന്നല്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾ, അത്ര ആമേൻ സ്മൂത്ത് അല്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഈ ദിവസങ്ങൾ നന്നാകാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു ആമേൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു. ഉടഞ്ഞുപോയി ആ ചക്രത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാത്രം ഉടഞ്ഞുപോയി. ഇനി ചവിറ്റുകൊട്ടയിൽ കളയാനേ ആ പാത്രത്തിന് യോഗമുള്ളൂ. പക്ഷെ ആ കുശവൻ ചെയ്തത് ഉടഞ്ഞുപോയ പാത്രത്തെ താൻ കയ്യിലേക്ക് എടുത്ത് വീണ്ടും തനിക്ക് ബോധിച്ചതുപോലെ വേറൊരു പാത്രമാക്കി തീർത്തു. ദൂത് ആമേൻ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് മേൽ ചെയ്യാൻ കഴിയുകയില്ലയോ? ആമേൻ. അത് പൗലോസിന്റെ ഭാഷത്തിൽ പറയുകയാണെങ്കിൽ മെനയുന്ന കുശവനോട് എന്നെ ഇങ്ങനെ മെനയുന്നുവോ എന്ന് ചോദിക്കാൻ കളിമണ്ണിന് കുശവന്റെ മേൽ ഒരു അധികാരമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടഞ്ഞുപോയി, ചീത്തയായി പോയി, ഇനി പണിയാൻ പറ്റത്തില്ല, ഇനി എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ലെന്ന് ആരെങ്കിലും ഇന്ന് പകൽ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൂത് പറയുന്നു, അവൻ സകലതും നന്നായി ചെയ്തു. കർത്താവ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായി ചെയ്യും. ആമേൻ. ആദ്യത്തെക്കാൾ അവസാനം മനോഹരമാക്കുന്ന ദൈവം ചിലരുടെ ജീവിതത്തെ നോക്കി പ്രവചിക്കുകയാണ്. ആമേൻ. ഇപ്പോൾ ആമേൻ ജീവിതത്തിന്റെ ഏതോ ഭാഗങ്ങളിൽ ആമേൻ കൊടുങ്കാറ്റടിക്കുന്ന പോലെ, തിരമാലകൾ അടിക്കുന്ന പോലെ, ആമേൻ അല്ലെങ്കിൽ ഉടഞ്ഞു കിടക്കുന്ന ഒരു പാത്രം പോലെ, ആമേൻ പണിയപ്പെടാൻ കഴിയാത്തൊരവസ്ഥ എന്ന പോലെ, ആമേൻ വളരെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിൽ മക്കളെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ച്, ശാരീരിക മേഖലകളെക്കുറിച്ച് ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, അവൻ സകലതും നന്നാക്കി എടുക്കാൻ പോവുകയാണ്, നന്നായി ചെയ്യാൻ പോവുകയാണ്, കുറവ് തീർത്തെടുക്കാൻ പോവുകയാണ്, കുറവുകൾ തീർത്തെടുക്കാൻ പോവുകയാണ്. ഈ ദൂത് പറയുമ്പോൾ തന്നെ ചില ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭയങ്കരമായി ചലിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ 3-ാമത്തെ മാസം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ചിലത് താങ്കളുടെ കയ്യിലേക്ക് ദൈവം മടക്കി തരാൻ പോവുകയാണ്. ആമേൻ. എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് ദൈവം താങ്കളുടെ കയ്യിൽ മടക്കി തരാൻ പോവുകയാണ്. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, ഞാൻ ചില ജീവിതങ്ങളെ കാണുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ചില തകർച്ചകൾ, ആമേൻ, അവരെ മുന്നോട്ട് പണിയാൻ പറ്റാതെ വണ്ണം ഉടച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾ കാണുന്നു. സ്വർഗം അവരെ പണിതെടുക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. അവരുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ദിവസമായി മാറട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ഈ വചനത്തോട് ചേർന്ന് ആമേൻ പറയുന്ന ജീവിതങ്ങളുടെ മേൽ ഭയങ്കരമായും ചില പണികൾ നടക്കട്ടെ. കർത്താവ് പണിയുന്നവനാണ്, കർത്താവ് പണിത് എടുക്കുന്നവനാണ്, കർത്താവ് കുറവുകൾ തീർക്കുന്നവനാണ്. പലരുടെയും ലൈഫിൽ ഞാൻ കാണുന്നത്, പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, പലരെയും കൗൺസിൽ ചെയ്യുമ്പോൾ അവരുടെ ഒരു പകുതി ഭാഗം മാത്രമേ ക്രിസ്തുവിനുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ ബുദ്ധിക്കും അവരുടെ സ്വന്തം ഇഷ്ടത്തിനും ആശയങ്ങൾക്കും അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, പൂർണ്ണമായും ദൈവത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പൂർണ്ണമായും, പിതാവേ, നിന്റെ ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട, എല്ലാം നിന്റെ ഹിതം പോലെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ ആമേൻ, നമ്മെ അവൻ ഏറ്റവും മനോഹരമാക്കി പുറത്തേക്ക് കൊണ്ടുവരും. ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കർത്താവ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരും. ഞാൻ ഇതേ സമയത്ത് ഏതെങ്കിലും തലമുറകളെ ഓർത്ത് മാതാപിതാക്കൾ ഭാരപ്പെടുന്നെങ്കിൽ ആ തലമുറ ഏറ്റവും മനോഹരമായി നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു തലമുറയായി മാറും. നിങ്ങൾക്ക് മാത്രമല്ല, ദൈവരാജ്യത്തിന് ആ തലമുറ പ്രയോജനമുള്ളതായി മാറും. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് ഏതെങ്കിലും നിലയിൽ കുറവുകൾ സംഭവിച്ച് ബലഹീന അവസ്ഥകളാണെങ്കിൽ ഏറ്റവും ആനന്ദകരമായ ഒരു കുടുംബജീവിതം കർത്താവ് നിങ്ങൾക്ക് തരും. മറ്റുള്ളവർക്കൊരു മാതൃകയുള്ള ഒരു കുടുംബജീവിതമാക്കി നിങ്ങളെ കുടുംബജീവിതത്തെ മാറ്റും. ശുശ്രൂഷകന്മാരെന്നെ കേൾക്കുന്നെങ്കിൽ, കാണുന്നെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ, ആമേൻ, ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടുവാൻ ഏലിയാവിനെ വീണ്ടും ആമേൻ ബലപ്പെടുത്തി ഓട്ടിപ്പിച്ചതുപോലെ നിങ്ങളെയും എന്നെയും കർത്താവ് ആ നിലകളിൽ ഏറ്റവും മനോഹരമാക്കി പുറത്തേക്ക് കൊണ്ടുവരാനിടയായിത്തീരും. അങ്ങനെ ഏതൊക്കെ നിലകളിൽ നിങ്ങളും ഞാനും ഭാരപ്പെടുന്നു, ആ വിഷയത്തിനകത്താണ് ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടത്. അവൻ സകലതും നന്നായി ചെയ്തു. ഒരിക്കൽ കൂടെ ഈ വചനത്തെ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇടുകയാണ്. കർത്താവ് സകലതും നന്നായി ചെയ്യും. ഹല്ലേലൂയ. ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും, ആത്മിക കാര്യങ്ങളാകട്ടെ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായും ചെയ്യും. ഭൗതിക മേഖലകളാകട്ടെ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ചെയ്യും. ആമേൻ. ഇതിനു വേണ്ടി ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. നമ്പർ 1, കർത്താവ് തന്നെ നമ്മുടെ നായകനായി മാറണം. കർത്താവ് തന്നെ നമ്മുടെ കർത്തൃത്വം ഏറ്റെടുക്കണം. നമ്പർ 2, പ്രാർത്ഥനയിൽ ദൈവഹിതം അറിയാൻ നമ്മൾ അധികം സമയം കർത്താവിൻ്റെ മുമ്പിൽ മുഴങ്കാലുകളെ മടക്കാം, ആ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം, ആത്മാവിൽ ആമേൻ നമ്മുടെ ഹൃദയങ്ങളെ ട്യൂൺ ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്ത് നടക്കാം. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായും
ദേശത്തിൻ്റെ മധ്യേ, രാജ്യങ്ങളുടെ മധ്യേ നമ്മെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ടവർ വേറൊരാൾ കാണുകയില്ല. അതുപോലെ ദൈവിക സ്വസ്ഥതയ്ക്കകത്ത് നടക്കാൻ ഇടയായിത്തീരും, ദൈവിക സമാധാനത്തിനകത്ത് നടക്കാൻ ഇടയായിത്തീരും. ആമേൻ. നീതിമാന്റെ കൂടാരത്തിനകത്ത് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ട്. അവിടെ കരച്ചിലല്ല, അവിടെ വഴക്കല്ല, അവിടെ ഭിന്നതകളല്ല, അവിടെ ഡിസ്യൂണിറ്റി അല്ല, അവിടെ ഭയങ്കര ഐക്യതയും സ്നേഹവും സമാധാനവും സന്തോഷവും അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനിടയായിത്തീരും. ഒരു സ്വസ്ഥത ആരുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ കർത്താവ് അയക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഭയങ്കര ഒരു സ്വാതന്ത്ര്യം ചില മേഖലകളിൽ കർത്താവ് അയക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കണ്ണുകൾ മാക്സിമം അടച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഞാൻ ഒരു വചനം നിങ്ങളുടെ അടുക്കൽ തരാൻ ദൈവം നിയോഗിക്കപ്പെട്ടൊരു അഭിഷക്തനെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവവുമായിട്ടൊന്ന് അലിഞ്ഞു ചേർന്നാട്ട് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കാം എന്ന് പറഞ്ഞ കർത്താവ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നിടത്ത് വായ്കൾ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പരിസരങ്ങളെ മറന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കർത്താവെ, എൻ്റെ സ്വന്തം ഇഷ്ടത്തിലും എൻ്റെ സ്വന്തം ബുദ്ധിയിലും ഞാൻ കഴിഞ്ഞു പോയ നാളുകളിൽ നീങ്ങി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പരാജയമാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് തുടങ്ങിയതെല്ലാം പെൻഡിങ് ആയിപ്പോയി. ആമേൻ. പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ ഞാൻ അസ്വസ്ഥനായി നിൽക്കുകയാണ്. ഇന്ന് ഞാൻ കേൾക്കുന്നു, അങ്ങ് ഒരു വിഷയം ഏറ്റെടുത്താൽ, അങ്ങ് ഒരു വിഷയം കൈകാര്യം ചെയ്താൽ ഏറ്റവും മനോഹരമാക്കി മാറ്റുമെന്ന് ഞാൻ ഇന്ന് കേട്ടിട്ടുണ്ട്. കർത്താവേ, വചനത്തിന് മുമ്പിൽ എന്നെ താഴ്ത്തുകയാണ്, സമർപ്പിക്കുകയാണ്. ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ നിന്റെ കയ്യിലേക്ക് വിട്ടുതരികയാണ്. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം എൻ്റെ മേൽ പൂർണ്ണമാകേണ്ടതിനായി കർത്താവ് എൻ്റെ പൊന്നുകരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുകയാണ് എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചാട്ട്. ആമേൻ. സമാധാനം നഷ്ടപ്പെട്ടൊരു വീടാണെങ്കിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ. ആ വീട്ടിനകത്തുള്ള ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഭവനത്തിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. ആമേൻ. ഹാലേലൂയ. പൈശാചിക നുഖങ്ങൾ ആ വീടിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. ആമേൻ. സ്വസ്ഥതയുണ്ടാകട്ടെ. ആ വീടിനകത്ത് പ്രാർത്ഥന മടങ്ങി വരട്ടെ, ആരാധന മടങ്ങി വരട്ടെ, ദൈവിക സന്തോഷം മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആമേൻ. ചെതറിച്ച് കളഞ്ഞ, ചിന്ന ഭിന്നമാക്കിയ ചില വീടുകൾക്കകത്ത്, പിശാച് തകർത്ത് കളഞ്ഞ ചില വീടുകൾക്കകത്ത് ആമേൻ ഞങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ തരാൻ വന്ന യേശുക്രിസ്തുവിന്റെ നാമം ഇപ്പോൾ ആ ഭവനത്തിലേക്ക് ആമേൻ ഉയർന്നു വരുന്നത് നിങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകട്ടെ. ആമേൻ. കിടക്കയിലാണെങ്കിൽ അവർ കിടക്ക വിട്ടിപ്പോൾ എഴുന്നേറ്റ് തുടങ്ങട്ടെ. ഹല്ലേലൂയ. ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും, ആന്തരിക അവയവങ്ങൾ, ഭാഗിക അവയവങ്ങൾ, ആമേൻ, ബലഹീനപ്പെട്ടിരിക്കുന്ന അവയവങ്ങളിലേക്ക് ആമേൻ ഞാനിപ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കൽപ്പിച്ചാക്കുകയാണ്. ആമേൻ. എഫഥാ, തുറന്നു വരിക. ഇപ്പോൾ അടഞ്ഞ കണ്ണുകൾ തുറക്കട്ടെ, അടഞ്ഞ ചെവികൾ തുറന്നു വരട്ടെ. ആമേൻ. കിഡ്നി കംപ്ലൈന്റുകൾ മാറിപ്പോകട്ടെ. ഹാർട്ടിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവരുടെ ആമേൻ ശരീരങ്ങളിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. ദീർഘായുസ് കൊടുക്കണമേ. ആരോഗ്യത്തെ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ശുശ്രൂഷകന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വേലയുടെ മുഖത്തായിരിക്കുന്നവർ അടിയങ്ങളെ കാണുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ ഒരു പുതിയൊരു അഭിഷേകം അവരുടെ തലമേൽ വന്ന് വീഴട്ടെ. ഇരട്ടി ശക്തി അവരുടെ മേൽ വന്ന് വീഴട്ടെ. അധികമായി കർത്താവിന് വേണ്ടി ഓടുവാനുള്ള വാതിലുകൾ അവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ. ആമേൻ. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ കുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിന് ഏറ്റവും അസറ്റായി മാറട്ടെ. ദൈവരാജ്യത്തിന് ഏറ്റവും പ്രയോജനമുള്ള തലമുറകളായി മാറട്ടെ. സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങൾ ക്രിസ്തു യേശുവിലൂടെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ആ അനുഗ്രഹത്തെ ഞാൻ അങ്ങയുടെ മക്കളിലേക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിച്ചതിനായി സ്തോത്രം. വലിയ വിടുതലുകൾ നടന്നതിനായി സ്തോത്രം. ചില കുടുംബങ്ങളിൽ ഭയങ്കര മാറ്റങ്ങൾ, ഭയങ്കര സമാധാനം, വിടുതലുകൾ ചില കുടുംബങ്ങളിൽ ഇപ്പോൾ ഇറങ്ങുന്നത് അടിയങ്ങൾ ആത്മാവിൽ കാണുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അവൻ സകലതും നന്നായി ചെയ്തു. ഇന്ന് പകൽ വിശ്വസിക്കുക, കർത്താവ് നിങ്ങളുടെ ലൈഫിൽ എല്ലാം നന്നായി ചെയ്യും. പെൻഡിങ് ആയി കിടക്കുന്ന എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ആകുന്നത് പോലെ, മുടങ്ങിക്കിടക്കുന്നതെല്ലാം വീണ്ടും ആമേൻ പുനരാരംഭിക്കുന്ന പോലെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ എല്ലാം മനോഹരമാക്കി മാറ്റട്ടെ, പൂർത്തീകരിക്കട്ടെ എന്ന് ആമേൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നാം ഒരുമിച്ച് കാണുന്നത് വരെയും കർത്താവിന്റെ കൃപയിൽ നമുക്ക് മറയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.